ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടികൾക്ക് വരെ ഉണ്ടാക്കി നോക്കാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ്. നല്ല ഈസിയാണ്. ഒരു ഉടായ്പ റെസിപ്പി അല്ലെങ്കിൽ ഒരു ഈസി റെസിപ്പി എന്നൊക്കെ പറയാം. സിമ്പിളാണ് ഉണ്ടാക്കാൻ. വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഒരു പോപ്സിക്കിളാണ് നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോണത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോണതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതുണ്ടാക്കാനായിട്ട് നമുക്കാദ്യം പാല് വേണം. 1/2 കപ്പ് പാലാണ് ഇപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. നല്ല തണുത്ത പാലാണ് കേട്ടോ. പാല് തിളപ്പിച്ചിട്ട് തണുപ്പിച്ചെടുത്തതാണ്. പിന്നെ നമുക്ക് ഓറിയോൻ്റെ ഈ 10 രൂപൻ്റെ പാക്കറ്റ് വേണം. 2 പാക്കറ്റിലേക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ 1/2 കപ്പ് പാലെടുത്തിട്ടുള്ളത്. നിങ്ങൾ എത്ര അധികം പാക്കറ്റ്സ് എടുക്കുന്നോ അത്രയും പാലിൻ്റെ അളവും കൂട്ടി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഏറ്റവും രസമായിട്ടുള്ള കാര്യമാണ് ഈ ബിസ്ക്കറ്റ് പാക്കറ്റ് നല്ലപോലെ ഇടിച്ച് പൊടിച്ചെടുക്കുക. അതിനായിട്ട് ഞാനൊരു വുഡൻ ഹാമറാണ് യൂസ് ചെയ്യണത്. അതില്ലെങ്കിൽ നമ്മൾ സാധാരണ ചപ്പാത്തി റോളറൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വെച്ചിട്ട് നന്നായിട്ട് ഇടിച്ചു കൊടുക്കുക. മനസ്സിൽ ആരോടെങ്കിലുമൊക്കെ ദേഷ്യം ഉണ്ടെങ്കിൽ അവരെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇടിക്കുക. അപ്പോൾ നല്ലപോലെ പൊടിഞ്ഞ് കിട്ടും. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പാലുണ്ടല്ലോ, അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇത്തിരിയും കൂടെ മധുരം വേണമെന്നുള്ളവർക്ക്. ഇപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റിൽ തന്നെ ഓൾറെഡി മധുരം ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഇതിലേക്ക് നട്ട്സ് ചേർക്കുക, എന്തും നമുക്ക് ഇഷ്ടമുള്ള പോലെ ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇനി ഇത് ഇടിച്ചു പൊടിച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം, ആ ബിസ്ക്കറ്റിൻ്റെ മേലത്തെ ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു സൈഡ് മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതൊരു ഗ്ലാസ്സിലേക്കോ അല്ലെങ്കിൽ ഒരു മഗ്ഗിലേക്കോ മാറ്റി കൊടുക്കുക. ഇതേപോലെ നമുക്ക് അടുത്തതും കട്ട് ചെയ്തിട്ട് ഗ്ലാസ്സിൽ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാല് ഈ ഓറിയോൻ്റെ പാക്കറ്റിൻ്റെ ഉള്ളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ പാക്കറ്റ് ജസ്റ്റ് ഒന്നിങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം കറക്റ്റ് എല്ലാ സ്ഥലത്തേക്കും എത്തും. ചിലപ്പോൾ ഈ പാക്കറ്റിൻ്റെ എൻഡിലൊക്കെ ബിസ്ക്കറ്റ് മാത്രമായിട്ട് അങ്ങനെ പൊടിഞ്ഞ് നിൽക്കുന്നുണ്ടാവും പാലെത്താതെ. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് കുലുക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും കറക്റ്റ് ആയിക്കോളും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വുഡൻ സ്പൂണാണ്. അതിങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട്. വുഡൻ സ്പൂൺ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ സ്പൂണും ഇതിനായിട്ട് യൂസ് ചെയ്യുക. സാധാരണ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന സ്റ്റീലിൻ്റെ സ്പൂൺ ഉണ്ടല്ലോ, അതോ ഫോർക്കോ ഒക്കെ ഇതിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ കുറച്ചൊരു വൃത്തിക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വുഡൻ സ്പൂൺ തന്നെ കുത്തി വെക്കുകയാണ്. അല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്സ് കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ഇനി ഇത് ഒന്ന് ലെവലാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രിഡ്ജിൽ ഇതൊരു 5-6 മണിക്കൂറെങ്കിലും വെക്കണം. നല്ല പോലെ സെറ്റായിട്ട് വരണം. മേലെ ഫ്രീസറിലാണ് കേട്ടോ വെക്കേണ്ടത്. അപ്പോൾ നല്ല കട്ടിയായിട്ട് വരണം. നമ്മളിപ്പം ഐസ്ക്രീമും പോപ്സിക്കിൾസും ഒക്കെ കഴിക്കൂലേ, ആ ഒരു പരുവായിട്ട് വരണം. ഞാൻ ഓവർനൈറ്റ് വെച്ചിട്ടുണ്ട് ഇനി. അപ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിങ്ങനെ ഉള്ളിൽ നിന്ന് വലിച്ചെടുത്താൽ മതി ആ സ്റ്റിക്ക് പിടിച്ചിട്ട്. എനിക്ക് അത്ര ധൈര്യമില്ല ഇനി, കാരണം മുന്നൊരു പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്ത സമയത്ത് സ്റ്റിക്ക് മാത്രമായിട്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. ഇതല്ലേ ഇനി കേട്ടോ, ഞാൻ മോൾഡിൽ വെച്ചിട്ടുണ്ടാക്കിയത് ഇനി. അപ്പം സ്റ്റിക്ക് മാത്രമായിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ആകെ ഡിസപ്പോയിൻറ്റഡ് ആയിനി. അതുകൊണ്ട് ഞാൻ ആ കവറ് പൊളിച്ചെടുക്കുകയാണ് ഇപ്പോൾ ചെയ്തത്. ഇതുപോലെ പൊളിച്ചെടുത്താൽ പിന്നെ നമുക്ക് റിസ്ക് ഒന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ഒരു ഈസി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി ഉപ്പും വരുന്നുണ്ട്, മധുരവും വരുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ആയിട്ട് വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ്. ഇനി ചോക്ലേറ്റിൻ്റെ ആ ഓറിയോൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ ആയിട്ട് സൂപ്പർ ആയിരുന്നു സംഭവം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്